Hi, hello. Welcome back to Geotechnical Engineering class. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോസിഗ്നസ് ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. ലാസ്റ്റ് സെഷനിൽ നമ്മൾ പോയിന്റ് ലോഡ് കാരണമുണ്ടാകുന്ന വെർട്ടിക്കൽ സ്ട്രെസ്, അതുപോലെ ലൈൻ ലോഡ് കാരണമുണ്ടാകുന്ന വെർട്ടിക്കൽ സ്ട്രെസ്, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. എ കോൺസെൻട്രേറ്റഡ് ലോഡ് ഓഫ് 100 km ഈസ് അപ്ലൈഡ് അറ്റ് ദി ഗ്രൗണ്ട് സർഫസ്. ഗ്രൗണ്ട് സർഫസിൽ നമ്മൾ 100 kN അപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ കമ്പ്യൂട്ട് ദ വെർട്ടിക്കൽ പ്രഷർ അറ്റ് എ ഡെപ്ത് ഓഫ് 4 മീറ്റർ ബിലോ ദ ലോഡ്. ഇതിൻ്റെ താഴെ, ലോഡിന് താഴെയായിട്ട് 4 മീറ്റർ മാറിയിട്ടുള്ള പോയിന്റിലെ സ്ട്രെസ് നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ട് എന്താ പറയുന്നത്? അറ്റ് എ ഡിസ്റ്റൻസ് 3 മീറ്റർ അറ്റ് ദി സെയിം ഡെപ്തിൽ തന്നെ, പക്ഷേ ലോഡ് എന്ന് പറയുന്നത് എവിടെയാണ്, പോയിന്റ് എന്ന് പറയുന്നത് എവിടെയാണ്? ലോഡിൻ്റെ അടിയിലല്ല, പക്ഷേ അവിടെ നിന്നും ഒരു 3 മീറ്റർ മാറിയിട്ടുള്ള പോയിന്റിൻ്റെ ലോഡാണ് നമുക്ക് സ്ട്രെസ്സാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു വെർട്ടിക്കൽ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു പോയിന്റ് ലോഡ് സർഫസിൽ ആക്ട് ചെയ്താൽ അതിനെ ബേസ് ചെയ്തിട്ട് വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു പഠിച്ചത്? ആസ് പെർ ബോസിഗ്നസ് ഇക്വേഷൻ സിഗ്മ ഇസഡ് ഇസ് ഈക്വൽ ടു 3q by 2 pi into z square into 1 by 1 plus r by z square all raised to 5/2. ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ഈ ഇക്വേഷൻ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ്. ഇവിടെ നമുക്ക് ഇസഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ആറിൻ്റെ വാല്യൂ ഇവിടെ എങ്ങനെയാണ്? ആർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലോഡ് ആക്സിസ് തൊട്ട്, ലോഡിൻ്റെ ആക്സിസും നമ്മുടെ എവിടത്തെയാണോ നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ ആർ എന്ന് പറഞ്ഞിരുന്നത്. ഇവിടെ ലോഡിൻ്റെ അടിയിൽ തന്നെയാണ് ഫസ്റ്റ് കേസിലെ സ്ട്രെസ് കണ്ടുപിടിക്കേണ്ടത്. സോ ആർ ഇസ് ഈക്വൽ ടു 0 ആയിപ്പോൾ അല്ലേ? അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു കറക്റ്റ് ലോഡിൻ്റെ അടിയിൽ തന്നെയാണ് എങ്കിൽ നമുക്കൊരു ഒറ്റ ഇക്വേഷൻ യൂസ് ചെയ്യാം. 0.4775 q by z സ്ക്വയർ എന്ന ഇക്വേഷനും വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലേ? ഇതിൻ്റെ തന്നെ സൊല്യൂഷൻ തന്നെയാണ് ഈ 0.4775 എന്ന് പറയുന്നത്. ഓക്കെ, അപ്ലൈ ചെയ്ത് കൊടുക്കുക. 0.4775 ഇൻറ്റു q ഈസ് ഹിയർ 100, z എന്ന് പറയുന്നത് 4 സ്ക്വയർ. സോൾവ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 2.98 kN/m². സ്ട്രെസ് ആണല്ലോ, kN/m². ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ. ഓക്കെ, സിമിലർലി സെക്കൻഡ് കേസിൽ എന്താ പറയുന്നത്? സെക്കൻഡ് കേസിൽ 3 മീറ്റർ മാറിയിട്ടുള്ള സ്ട്രെസ്സാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതായത് ഇവിടെ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 3 മീറ്റർ ആണ് അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ സെയിം തന്നെ, ഈ ഇക്വേഷൻ തന്നെ കൊടുക്കുക. 3 ഇൻറ്റു ക്യൂ, 3 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 2 പൈ ഇൻറ്റു z സ്ക്വയർ ഈസ് 4 തന്നെ, 4 സ്ക്വയർ ഇൻറ്റു 1 ബൈ 1 പ്ലസ് r ഈസ് 3 ഡിവൈഡഡ് ബൈ z ഈസ് 4 സ്ക്വയർ റേസ് ടു 5/2. സോൾവ് ചെയ്യുക. ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുക 0.977 kN/m². ഓക്കെ, ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ്. വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കിയേ. ഈ പ്രോബ്ലത്തിൽ എന്താ പറയുന്നത്? ഡിറ്റർമൈൻ ദ ഇൻക്രീസ് ഇൻ വെർട്ടിക്കൽ സ്ട്രെസ് അറ്റ് എ പോയിന്റ് എ which is located at a depth of 1.5 meter due to vertical load and 2 line loads acting at the ground surface. ഈ ക്വസ്റ്റ്യനിൽ ഒരു കോമ്പിനേഷനാണ് നമ്മൾ പഠിച്ച വെർട്ടിക്കൽ ലോഡിൻ്റെ. വെർട്ടിക്കൽ ലോഡ് ഈസ് 10,000 kN ആൻഡ് ലൈൻ ലോഡ്, 2 ലൈൻ ലോഡും തന്നിട്ടുണ്ട്. 250 kN/m ഉണ്ട്, 150 kN/m ഉണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്? എ എന്ന് പറയുന്ന പോയിന്റിലുള്ള സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്കറിയാം പോയിന്റ് ലോഡ് കൊണ്ടുള്ള സിഗ്മ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? 3q by 2 pi ഇൻറ്റു z സ്ക്വയർ ഇൻറ്റു 1 by 1 പ്ലസ് r by z the whole square raised to 5/2. പോയിന്റ് ലോഡിൻ്റെ ഇഷ്ടം കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു ലൈൻ ലോഡ് കണ്ടുള്ള അല്ലേ? ലൈൻ ലോഡ് ആണെങ്കിൽ അത് വെച്ചിട്ടുള്ള സിഗ്മ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ? ഏതായിരുന്നു ആ ഇക്വേഷൻ? ഡ്യൂ ടു ലൈൻ ലോഡ് എന്ന് പറയുന്നത് q ഇൻറ്റു q ബൈ z ഇൻറ്റു 2 ബൈ പൈ ഇൻറ്റു 1 ബൈ 1 പ്ലസ് x ബൈ z ദ ഹോൾ സ്ക്വയർ ഹോൾ റൈസ് ടു സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു. അപ്പോൾ അത് ഒന്ന് റിവൈസ് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് എല്ലാം അറിയാം അല്ലേ? പോയിന്റ് ലോഡ് എന്ന് പറയുന്നത് 10,000 ആണെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് എത്രയാണ്? എ ആണ് അല്ലേ? അതായത് ഇപ്പം നമുക്ക് എന്ത് വേണം കണ്ടുപിടിക്കണം? ഈ പോയിന്റ് ലോഡ് ക്യൂ നിന്നും എ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യണം. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കിവിടെ ഒരു ക്യൂ എന്ന് പറയുന്ന ലോഡ് ഇവിടെ ആക്ട് ചെയ്യുന്നു. ഇനി ലോഡിൻ്റെ ആക്സിസ് വേറെ എവിടെയോ ആണ് ആ ലോഡ് എന്ന് പറയുന്നത്, അതിൻ്റെ ആക്സിസ് പോകുന്നത്. ഇതാണ് അതിൻ്റെ ആക്സിസ് അല്ലേ? ലോഡ് ആക്സിസ് ഇവിടെയാണ്. നമ്മുടെ ലോഡ് ആക്ട് ചെയ്യുന്നത് ഈ സർഫസ് ലോഡിന് എൻ്റെ നിന്നും ക്യൂ മീറ്റർ
ഒരു 3 മീറ്റർ മാറിയിട്ടാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് ഈ ക്യൂവിൻ്റെ ലോഡും ക്യൂവിൻ്റെ ആക്സിസും അതുപോലെ തന്നെ നമുക്ക് പോയിന്റ് എവിടെയാണ് നമ്മുടെ പോയിന്റ് ഉള്ളത് ആ പോയിന്റിൻ്റെ ആക്സും തമ്മിലുള്ള റേഡിയൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇതിപ്പോൾ ഒരു ട്രയാങ്കിൾ പോലെ ആയില്ലേ. ട്രയാങ്കിൾ പോലെ ആയെന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഇത് 4 മീറ്റർ ആണ്, ദിസ് ഇസ് 3 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് ലോഡും നമ്മുടെ എ എന്ന് പറയുന്ന പോയിന്റ് അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര വരും? ഇത് 3 ആണ് 4 ആണ്. അങ്ങനെയാണെങ്കിൽ 6 കണ്ടുപിടിക്കണം. പൈതഗോറസ് തിയറം കൊടുക്കുക. √3² + 4² എന്ന് പറയുന്നത് എത്രയാണ്? 6 എന്ന് പറയുന്നത് 5 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, നമ്മളിവിടെ ചെയ്തത് എന്താണ്? നമുക്ക് പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്ന ആക്സിസും അതുപോലെ നമ്മുടെ പോയിന്റ് എവിടെയാണോ ആ സ്ട്രെസ് കണ്ടുപിടിക്കേണ്ട ആ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിയണം അല്ലേ. അപ്പോൾ ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ടാണ് നമുക്കിവിടെ എക്സ് ഡിസ്റ്റൻസും വൈ ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ട്രയാങ്കിൾ പൈതഗോറസ് തിയറം വെച്ചിട്ട് ആ ഒരു ആർ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്താൽ മതി? സിഗ്മ ഇസഡ് ഡ്യൂ ടു പോയിന്റ് ലോഡ് കൊണ്ടുള്ള സിഗ്മ ഇസഡ് കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 3 × 10,000 ഡിവൈഡഡ് ബൈ 2π × z² എന്ന് പറയുന്നത് 1.5 ആണ്. അതിൻ്റെ സ്ക്വയർ ഇൻറ്റു 1/1 + r എന്ന് പറയുന്നത് ഇപ്പോൾ 5 എന്ന് കിട്ടി, ഡിവൈഡഡ് ബൈ 1.5 ദ ഹോൾ സ്ക്വയർ റേസ് ടു 5/2. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4.157 kN/m² എന്നാണ് കിട്ടുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? ലൈൻ ലോഡ് കൊണ്ടുള്ള കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് 250 എന്ന് പറയുന്ന ലൈൻ ലോഡ് 250 kN/m ഈ ലൈൻ ലോഡ് കാരണം എ എന്ന് പറയുന്ന പോയിന്റിലുണ്ടാവുന്ന സ്ട്രെസ് കണ്ടുപിടിക്കണം. അതിനായിട്ട് എന്ത് ചെയ്യുക? സിഗ്മ ഇസഡ് ഡ്യൂ ടു 250 kN/m. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ക്യൂ എന്ന് പറയുന്നത് ഇവിടെ 250 പെർ മീറ്ററിലുള്ള വാല്യൂ വേണം ക്യൂവിന് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ 250 ഡിവൈഡഡ് ബൈ ഇസഡ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 1.5 ഇൻറ്റു 2/π ഇൻറ്റു 1/1 പ്ലസ് x/z². എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ലൈൻ ലോഡും നമ്മുടെ പോയിന്റും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഇവിടെ എത്രയാണ്? 4 മീറ്റർ. സോ 4/z ഈസ് അഗെയിൻ 1.5 സ്ക്വയർ ഹോൾ റേസ് ടു സ്ക്വയർ. ഇത് ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടുക 1.612 kN/m². വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. സിമിലർലി 150 കൊണ്ടുള്ളത് എന്തോരും ഇവിടെ? 150 ഡിവൈഡഡ് ബൈ 1.5 ഇൻറ്റു 2/π ഇൻറ്റു 1/1 പ്ലസ് ഇവിടെ ഇപ്പോൾ എക്സ് ഡിസ്റ്റൻസ് എത്രയാണ്? 150 എന്ന് പറയുന്ന ലൈൻ ലോഡും അതുപോലെ ഈ എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 മീറ്ററേ ഉള്ളൂ. സോ 2 ഡിവൈഡഡ് ബൈ 1.5 സ്ക്വയർ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക 8.250 kN/m². സോ ഈ സിഗ്മ എന്ന് പറയുന്ന പോയിന്റ് ടോട്ടൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത് പോയിന്റ് ലോഡ് കൊണ്ടുള്ള സ്ട്രെസ് പ്ലസ് ഈ രണ്ട് ലൈൻ ലോഡ് കൊണ്ടുള്ള സ്ട്രെസ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യണം. 4.157 പ്ലസ് 1.612 പ്ലസ് 8.250. ടോട്ടൽ നിങ്ങൾ ആഡ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് 14.019 kN/m² കിട്ടും. എല്ലാവരും വർക്കൗട്ട് ചെയ്ത് നോക്കുക. കാൽക്കുലേഷൻ ചെയ്തിരിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതെല്ലാം കറക്റ്റ് ആണെന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ടർ ടാങ്ക് ഈസ് സപ്പോർട്ടഡ് ഓൺ 3 columns വിച്ച് ഫോം ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കുലർ കോൺഫിഗറേഷൻ. ഒരു വാട്ടർ ടാങ്ക് 3 കോളത്തിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ആ 3 കോളത്തിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കുലർ കോൺഫിഗറേഷനിലാണ്. ഇനി ടോട്ടൽ ലോഡ് തന്നിട്ടുണ്ട്. വാട്ടർ ടാങ്കിന് ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് 2000 kN ആണ്. സ്പേസിങ് കോളത്തിൻ്റെ സ്പേസിംഗ് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അസ്യൂം ദാറ്റ് ദ ലോഡ് ഓൺ ഈച്ച് ഫൂട്ടിംഗ്, ഓരോ ഫൂട്ടിങ്ങിലും ലോഡ് പോയിന്റ് ലോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത് അസ്യൂം ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വെർട്ടിക്കൽ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് അറ്റ് എ ഡെപ്ത് ഓഫ് 2 മീറ്റർ അണ്ടർ എനി ഓഫ് ദി ഫൂട്ടിംഗ്. ഏതെങ്കിലും ഒരു ഫൂട്ടിങ്ങിൻ്റെ അടിയിൽ 2 മീറ്റർ താഴെയായിട്ട് വരുന്ന വെർട്ടിക്കൽ സ്ട്രെസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ഫിഗർ ആയിട്ട് തന്നെ വരയ്ക്കും. നമ്മളോട് പറഞ്ഞത് അതൊരു ഇക്വിലാറ്റർ ട്രയാങ്കുലർ കോൺഫിഗറേഷൻ ആണ് ഇതെന്ന് പറഞ്ഞു അല്ലെ. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുന്നു. ട്രയാങ്കിളിൽ നമ്മളുടെ ABC എന്ന് നെയിം ചെയ്യുക. ABC എന്ന് നമ്മൾ നെയിം ചെയ്യുന്നു. ഇവിടുത്തെ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് എത്രയാണ്? 2000 kN ആണ് അല്ലേ. ഈ 2000 kN എന്ന് പറഞ്ഞിട്ട് ഒരു ടാങ്കാണ് ഇത് 3 കോളം കൂടെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ 3 സപ്പോർട്ട് ഉണ്ടല്ലോ. അപ്പോൾ അതിനർത്ഥം ഇതൊരു ഇക്വിലാറ്ററൽ കോൺഫിഗറേഷൻ ആണെന്ന് പറഞ്ഞു. അതിനർത്ഥം ഈ 2000 എന്ന് പറയുന്നത് ഈക്വലി 3 കോളത്തിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തായിരിക്കും അല്ലേ. അപ്പോൾ ഒരു കോളത്തിൽ ലോഡ് എന്ന് പറയുന്നത് 2000/3. അപ്പോൾ ഓരോ കോളവും ഈക്വൽ ആയിട്ടായിരിക്കും ലോഡ് എടുക്കുക. 2000/3 എന്ന് പറയുന്നത് ഏകദേശം 666.67 kN വരും. സോ എല്ലാ കോളവും 666.67 kN ലോഡ് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത്? ഇതിലെ ഏതെങ്കിലും ഒരു കോളത്തിൻ്റെ, ഇപ്പം നമ്മൾ C എന്ന് പറയുന്ന കോളം കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. ഈ കോളത്തിൻ്റെ അടിയിൽ
2 മീറ്റർ മാറിയിട്ടുള്ള പോയിന്റിലെ സിഗ്മയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടുത്തെ സ്ട്രെസ്സ് കണ്ടുപിടിക്കണം. ഇനി ആ സ്ട്രെസ്സിന് കാരണം എന്താണ്? ആ വാട്ടർ ടാങ്കിൻ്റെ ലോഡാണ് അല്ലേ. അപ്പോൾ ആ വാട്ടർ ടാങ്കിൻ്റെ ലോഡ് എന്ന് പറയുന്നത് എല്ലാ കോളത്തിലും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഓരോ ലോഡ് കൊണ്ടും, ഈ സിയിൽ ആക്ട് ചെയ്യുന്ന ലോഡ് കൊണ്ട്, അതുപോലെ എയിൽ ആക്ട് ചെയ്യുന്ന ലോഡ്, ബിയിൽ ആക്ട് ചെയ്യുന്ന ലോഡ്, ഈ ഓരോ ലോഡ് കൊണ്ടും ഈ പോയിന്റിൽ ഉണ്ടാവുന്ന സ്ട്രെസ് നമുക്ക് 2 മീറ്റർ മാറി ഉണ്ടാവുന്ന സ്ട്രെസ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൈസ് ലെങ്ത് എന്ന് പറയുന്നത് 3 മീറ്റർ തന്നിട്ടുണ്ട്. ഇക്വലാറ്ററൽ ആയതുകൊണ്ട് എല്ലാ സൈഡും അത് തന്നെയായിരിക്കും, 3 മീറ്റർ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോട്ടൽ സിഗ്മ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സിഗ്മ അറ്റ് ഇസഡ് അറ്റ് സി, സിയുടെ താഴെയുള്ള സിഗ്മ ഇസഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കോളത്തിൻ്റെയും സിഗ്മ സിയിലുള്ള ലോഡ് കൊണ്ടുള്ള സ്ട്രെസ് പ്ലസ് സിഗ്മ എയിലുള്ള പ്ലസ് സിഗ്മ ബി, ശരിയല്ലേ? ഇനി സിഗ്മ സി എന്ന് പറയുമ്പോൾ എന്താ? സിയുടെ കോളത്തിന് നേരെ താഴെ തന്നെയാണ് പോയിന്റ്. അപ്പോൾ ഇവിടെ ആർ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? 0.4775 ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് ഇവിടെ 667.67 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ്, ഇനി ഇതിൽ രണ്ടിലുള്ള ലോഡും അതുപോലെ തന്നെ ഇവരുടെ ആർ ഡിസ്റ്റൻസും, ആർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലോഡും ഈ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ, അതെന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 3 മീറ്റർ, ഇവിടെ 3 മീറ്റർ. ഓക്കെ, സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 times 3/2 pi into 666.67 by z square is 2 square into 1/1 plus r എന്ന് പറയുന്നത് ഇവിടെ 3/2 the whole square raised to 5/2. ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടുക 87.942 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. വർക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഒന്നുമില്ല, ടോട്ടൽ ലോഡിനെ നമ്മൾ 3 കോളത്തിലേക്കും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഫൂട്ടിങ്ങിൻ്റെ അടിയിലെ സ്ട്രെസ് കണ്ടുപിടിക്കാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പോയിന്റ് ലോഡ് കൊണ്ടുള്ള സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ഇനി ഈ സി എന്ന് പറയുന്ന പോയിന്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ നേരെ താഴെ തന്നെയാണ് ലോഡ്. അപ്പോൾ അവിടെ ആർ വാല്യൂ ഇല്ല, ആർ വാല്യൂ 0. എ എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പോയിന്റും അല്ലെങ്കിൽ ലോഡ് ആക്ട് ചെയ്യുന്ന ലൈൻ ഓഫ് ആക്ഷനും ഈ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. അതുപോലെ തന്നെ ഇവിടെയും 3 മീറ്റർ ആണ്. ഓക്കെ, ആ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക, ഫൈനൽ ആൻസർ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് പ്രോബ്ലം നോക്കിയേ. നെക്സ്റ്റ് പ്രോബ്ലത്തിൽ പറയുന്നത് എന്താണ്? ആൻ എലിവേറ്റഡ് സ്ട്രക്ചർ വിത്ത് ടോട്ടൽ വെയിറ്റ് ഓഫ് 10,000 കിലോ ന്യൂട്ടൺ. ഒരു 10,000 കിലോ ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു സ്ട്രക്ചർ, അതിനെ ഒരു ടവറിൽ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ടവറിന് 4 ലെഗ് ഉണ്ട്. ഇനി ദ ലെഗ് റെസ്റ്റ് ഓൺ പിയേഴ്സ് ലൊക്കേറ്റഡ് അറ്റ് ദി കോർണേഴ്സ് ഓഫ് എ സ്ക്വയർ. ആ ലെഗ് റെസ്റ്റ് ചെയ്യുന്ന എവിടെയാണ്? ഒരു സ്ക്വയറിൻ്റെ 4 കോർണറിൽ പിയേഴ്സ് ഉണ്ട്. ആ പിയറിലേക്കാണ് ഇതിൻ്റെ ലെഗ് റെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 6 മീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെർട്ടിക്കൽ സ്ട്രെസ് ഇൻക്രിമെൻറ്റ് ഡ്യൂ ടു ദിസ് ലോഡിംഗ് അറ്റ് എ പോയിന്റ് 7 മീറ്റർ ബിനീത്ത് ദ സെൻറ്റർ ഓഫ് ദി സ്ട്രക്ചർ. ആ ഒരു സ്ട്രക്ചറിൻ്റെ സെൻറ്ററിലുള്ള 7 മീറ്റർ ഡെപ്തിലുള്ള പോയിന്റിലെ സ്ട്രെസ്സാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു ഫിഗർ നമ്മൾ ആദ്യം വരച്ച് നോക്കാം. നമ്മളോട് പറഞ്ഞായിരുന്നു ഇതെന്താണൊരു സ്ക്വയർ ആണ് അല്ലേ. ടോട്ടൽ ലോഡ് നമ്മൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു സ്ക്വയർ ഷേപ്ഡ് ഇതിലാണ്. ഇനി അതിന് നമുക്ക് നെയിം ചെയ്യാം. ABCD എന്ന് പറയുന്ന 4 ലെഗ് അല്ലെങ്കിൽ 4 പിയർ ഉണ്ട് അതിന്. ഇനി ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 6 മീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സ്ക്വയർ ആകുമ്പോഴത്തേക്കും എല്ലാ സൈഡും ഈക്വൽ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സെൻറ്ററിലുള്ള പോയിന്റ്, അവിടെ താഴേക്ക് 7 മീറ്റർ മാറിയിട്ടുള്ള പോയിന്റിലെ എന്ത് കണ്ടുപിടിക്കണം? സിഗ്മ ഇസഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 10,000 കിലോ ന്യൂട്ടൺ ആണ്. ഇതിനകത്ത് ഇവിടുത്തെ ടോട്ടൽ ലോഡ് 10,000 കിലോ ന്യൂട്ടൺ ആണ്. അപ്പോൾ ഇവിടെ 4 പിയേഴ്സ് അല്ലെങ്കിൽ 4 കോളം ഉണ്ട്. അപ്പോൾ അതിനർത്ഥം എന്തായിരിക്കും? ഓരോ കോളത്തിലേക്കും ഈക്വലി ആയിരിക്കും ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കും അല്ലേ. സോ ഓരോ ലോഡും എത്ര ലോഡ് വീതം എടുക്കും? ഓരോ കോളവും 2500 കിലോ ന്യൂട്ടൺ വെച്ചിട്ട് ഓരോ കോളത്തിലേക്കും ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പോയിന്റിലുള്ള സ്ട്രെസ്സാണ്. നമുക്കറിയാം സ്ട്രെസ്സിന് കാരണമായിട്ടുള്ള ഈ 4 ലോഡും ഈക്വലി റെസ്പോൺസിബിൾ ആണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോ ലോഡ് കൊണ്ടും ഈ പോയിന്റിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സ് കണ്ടുപിടിക്കും. സോ അതിനായിട്ട് നമ്മൾ ഇവിടുത്തെ ആർ ഡിസ്റ്റൻസ് നമുക്കറിയണം. ഓക്കെ, ഇവിടെ ആർ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതിനെ നമ്മൾ ആർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. RB, RC, RD എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതൊരു സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ RA is equal to RB is equal to RC is equal to RD is equal to എന്തായിരിക്കും? റൂട്ട് ഓഫ് ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. ശരിയല്ലേ?
അങ്ങനെയാണ് എങ്കിൽ ഈ സൈഡ് ഇതിന് നമ്മൾ ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഹാഫ് 3 മീറ്റർ ആയിരിക്കും, ഇവിടെ അതേപോലെ 3 മീറ്റർ ആയിരിക്കും. സോ ഇതിൻ്റെ ഡയഗണൽ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 18 മീറ്റർ ആണ് ഈ R എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഓരോ പോയിന്റ് ലോഡും സെൻട്രലിൽ നിന്ന് ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 18 മീറ്റർ ആണ്. ഇനി എന്ത് ചെയ്താൽ മതി? നമുക്ക് സിഗ്മ Z കണ്ടുപിടിക്കാൻ. ഈ 4 ലോഡും റെസ്പോൺസിബിൾ ആണ് അല്ലേ? സോ 4 ടൈംസ് ഡിസ്റ്റൻസ് എല്ലാം സെയിം ആണ്, അതുകൊണ്ട് നമുക്ക് 4 ടൈംസ് 3 ഇൻറ്റു Q എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ? 2500 ഡിവൈഡഡ് ബൈ 2 പൈ ഇൻറ്റു Z എന്ന് പറയുന്നത് 7 സ്ക്വയർ ഇൻറ്റു 1/1 പ്ലസ് R എന്ന് പറയുന്നത് ഇവിടെ റൂട്ട് ഓഫ് 18 ഡിവൈഡഡ് ബൈ Z ഈസ് 7 സ്ക്വയർ റേസ് ടു 5/2. ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുക 44.57 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പം ഇങ്ങനെയായിരിക്കും ഈ ബോസിഗ്നസിൻ്റെ വെർട്ടിക്കൽ ലോഡ് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കാം. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും. ഇതിലാകെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് ആർ ഡിസ്റ്റൻസ് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോബ്ലംസ്. അപ്പോൾ ഇതിലൊക്കെ ഈ പ്രോബ്ലമൊക്കെ പഴയ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത നെക്സ്റ്റ് ഇനിയും 2-3 കേസ് ഉണ്ട് ബോസിഗ്നസിന്, അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.